ഇന്ന് നമ്മൾ ഒരു വൈറ്റ് എഗ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലും നമുക്ക് ഉപയോഗിക്കാം. 2 പുഴുങ്ങിയ മുട്ട നമ്മൾ അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇത് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയാണ്. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ചതാണിത്, ബോയിൽ ചെയ്തത് ഇതിലിട്ടിട്ട് ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്ത ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കറിയിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു വലിയ കഷ്ണം കറുവപ്പട്ട, ജാതിപത്രിക, സ്റ്റാർ അനീസ്, 2 ഏലയ്ക്ക, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇതിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു വലിയ സബോള കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ലൈറ്റ് പിങ്ക് കളർ ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. 2ാം പാലും 3ാം പാലുമാണ്. ഏകദേശം 1.5 കപ്പോളം ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ് അരച്ചതാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും മുട്ട വറുത്തതും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്നിനി തിളച്ച് വരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കാം. അതിനുശേഷം ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ക്രീം ചേർക്കുകയാണ്. ഞാൻ ഹോം മെയ്ഡ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വീട്ടിലുണ്ടാക്കിയതില്ലെങ്കിൽ വാങ്ങിക്കുന്ന ക്രീം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം തിളച്ച് കുറുകി പാകമായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു 2 കറിവേപ്പിലയും ഒരു വലിയ കഷ്ണം ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വൈറ്റ് എഗ് കുറുമ റെഡിയായി. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ആണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ.